റൊക്കി എടോ റൊക്കി വേലായുധനെന്ന് പറഞ്ഞാ മതി. ഓ ആ പിശാചി പിന്നി വന്നോ? റൊക്കി ഇല്ലേ അവിടെ? അവൻ ഉറങ്ങുവാ. നിങ്ങളുടെ പൊന്നുമാൻ റൊക്കി അവിടെ നിന്ന് പൊക്കിയേ. എന്തിനാ നിന്റെ അമ്മേനെ പിണ്ടം വയ്ക്കാനാ? എടാ ഇനി തള്ള പറഞ്ഞു പറ്റിക്കാൻ പറ്റോ ആണോ? നൂറായുസ ചേട്ടന്. ചേട്ടന്റെ കാര്യം മനസ്സിൽ വിചാരിച്ച് കിടക്കുകയായിരുന്നു. ചേട്ടൻ കയറി ഇരുന്നട്ടെ. ദേ സൂചിപ്പിക്കലൊന്നും വേണ്ട. പശുവിനെ തരാമെന്ന് പറഞ്ഞ് 280 രൂപ അഡ്വാൻസ് വാങ്ങിച്ചിട്ട് ദിവസം എത്രയായി? എനിക്ക് ഇപ്പൊ പശുവിനെ കിട്ടണം, എന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. എടോ തനിക്ക് ചെവി കേൾക്കുന്നുണ്ടോ? ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. പശു ഇല്ലെങ്കിൽ വേണ്ട, എനിക്ക് എന്റെ കാശിങ് തന്നേച്ചാ മതി. എന്നാ ഇനി ഞാനൊന്ന് പറയട്ടെ. 1 ലിറ്റർ പാല് കിട്ടുന്ന പശുവിന് വേണമെന്നാണല്ലോ വേലാചേട്ടൻ പറഞ്ഞത്? അതെ. ആ എന്നാ 1.5 ലിറ്റർ പാലുള്ള പശുവിന് ഞാൻ തരും. പറ്റുമോ? അതേ വിലക്കിന്ന്. ഇത് വല്ല നടക്കുന്ന കാര്യമാണോടോ? ദേ ഇനി എന്നെ പറ്റിച്ചാലിന്റെ വിധം മാറും. അത് പിന്നെ എനിക്കറിയില്ലേ ചേട്ടന്റെ സ്വഭാവം. എന്നത്തേക്കാവും? ചേട്ടൻ ധൈര്യമായിട്ട് പോയിക്കോ. നാളെ ഈ നേരത്ത് ചേട്ടന്റെ തൊഴുത്തില് നല്ല മുഴുമുഴുപ്പുള്ള ഒരു പശുവിനെ ഞാൻ കൊണ്ടുവന്ന് കെട്ടിത്തരും. പണം വാങ്ങി ആ പശുവിനെ കൊടുക്കണം. നിന്റെ അപ്പന്റെ സ്വഭാവം നീയും കാണിക്കരുത്. എന്റെ അപ്പന്റെ സ്വഭാവം അല്ലാണ്ട് അയൽവക്കത്തെ ചെത്തുകാരന്റെ സ്വഭാവം കാണിക്കാൻ പറ്റുമോ? അങ്ങനെ കാണിച്ച അമ്മയ്ക്കല്ലേ അതിന്റെ കേട്. ഒന്ന് മാറിക്കതള്ളേ. മൂത്ത് നരച്ചു. എന്റെ പുക കണ്ട ഇത് പോവുള്ളൂ. എന്റെ കർത്താവേ, ബഹളുണ്ടാക്കാതെ അനങ്ങാൻ നിക്കടി. നാട്ടുകാർ മുഴുവൻ അറിയിക്കില്ലേ? നിന്നെ റോക്കി ചേട്ടൻ ഒരു സുന്ദരിയാക്കും. നീ ഇവിടെ വന്ന് കയറിയതുകൊണ്ട് ചേട്ടൻ എന്തൊരു ആശ്വാസമായി. നീ വിഷമിക്കണ്ട, ഇത് ബ്യൂട്ടി പാർലറാ. നിന്നെ ചേട്ടനൊരു മിസ് കേരളയാക്കും. അന്നോട്ടി മഴ വന്നോടി. എനിക്കറിയാം നീ വരുന്ന്. തള്ളയുടെ വിചാരം എന്റെ പിണങ്ങി പോയ കെട്ടിയോള് വന്നു. നീ എന്നാടി മഴ ഒന്നും മിണ്ടാട്ടെ. അത് അന്നക്കുട്ടി മാണനും കൊമ്പം വളർത്താ. കൊമ്പ് മാത്രല്ല, 4 കാലും ഒരു വാലും മുളച്ചു. മര്യാദയ്ക്ക് അവിടെ പോയി കിടന്നോ, ഇല്ലെങ്കിൽ ഞാൻ നിറം മാറ്റും. നീ പാടാ കാണുക. കുറച്ച് താമസിച്ചു പോയെങ്കിലും നല്ല ഐശ്വര്യമുള്ള ഒന്നിനെ തന്നെ കൊണ്ടുവന്നല്ലോ. കൊണ്ടുവന്നല്ലോ, അത് കേട്ടാ മതി. ഇവളെ ഈ നിലയ്ക്ക് ഒന്ന് ഒപ്പിച്ചെടുക്കാൻ ഞാൻ പെട്ട പാടേ. തൊടല്ലേ തൊടല്ലേ തൊടല്ലേ. തൊടലും പിടിക്കലും ഒക്കെ 2 ദിവസം കഴിഞ്ഞിട്ട് മതി. ഒന്ന് ഇണങ്ങിക്കോട്ടെ. നീ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരണേടി. വരാൻ ചേച്ചി. ഇതാരാ? ഇതെന്റെ ചെറിയ പെങ്ങളാ ദമയന്തി. കാരാട്ടുപറമ്പിലേക്ക് അവളെ കെട്ടിച്ചത്. എന്നാ ഞാൻ ഇവിടെ ഒന്ന് കെട്ടട്ടെ. പശുവിന്റെ കാര്യം പറഞ്ഞത് പൊന്നെ. ഇയാൾ കൊണ്ടുവന്നതാണോ? നല്ല ചന്തമുള്ള പശു അല്ലേ? നല്ല ചന്തമുള്ള കൊമ്പ്, മുടി പിന്നിട്ടതുപോലത്തെ വാല്.
ദമയന്തിമിക്ക് നോട്ടറിയാലോ, അത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ചേട്ടാ ഇതുപോലൊരെണ്ണം എനിക്കും വേണം. ആഹാ, അവിടെ പാലിന് വലിയ ബുദ്ധിമുട്ടാ. കണ്ടോടെ റോക്കി, കച്ചവടം ഒന്നുകൂടെ ഒത്തല്ലോ. റോക്കി ഇതുമാതിരത്തെ ലക്ഷണമൊത്ത ഒന്ന് തന്നെ വേണം കേട്ടോ. ഇതുപോലത്തെ ലക്ഷണം ഒത്തൊരെണ്ണം വേണല്ലേ? ഞാനിവിടെ ഇല്ലേ? ബാ 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 മോളെ ബാ ബാ. ആ. ആ, അങ്ങനെ നമ്മുടെ രവിവർമ്മ ഇല്ലേ, രവിവർമ്മ, പുള്ളിക്കാരൻ പോലും ഇത്ര പ്രയാസമുള്ള ചിത്രമണി ചെയ്തിട്ടുണ്ടാവില്ല. അയ്യോ, കണ്ടോടാ, അവിടെ കണ്ടില്ല അച്ഛാ. നീ കെട്ടിയതിന്റെ കുറ്റമാ. ദേ എന്നെ കുറ്റം പറയണ്ട. രാത്രി പുല്ലിട്ട് കൊടുത്തപ്പോൾ ഞാൻ നോക്കിയതാ. മുട്ട വിറ്റ് ചിട്ടി ചേർന്നുണ്ടാക്കിയ കാശാ ഞാൻ എണ്ണി കൊടുത്തത്. ഓ, ചേച്ചി അന്ന് പറഞ്ഞതുപോലെ ഒക്കെ ഒത്തുണ്ടല്ലോ. ദേ 2 കൊമ്പ്, മുടി പിന്നിട്ട പോലെ വാല്. ആ, ഞാൻ ഇവിടെ ഐശ്വര്യമായിട്ട് തോറ്റുകൊണ്ട് വരട്ടെ. വാ. റോക്കി നിൽക്കട്ടെ. വല്ലയിടത്തൊക്കെ നിന്നതല്ലേ, തൊഴുത്തി കെട്ടുന്നതിന് മുമ്പായിട്ട് കുളിപ്പിച്ചൊന്ന് ശുദ്ധം വരുത്തണം. അതാ അതിന്റെ ഒരു ഐശ്വര്യം. മോനെ ബാബു, ബക്കറ്റിൽ വെള്ളവും ചകിരിയും ഒക്കെ എടുത്തോണ്ട് വാ. ദേ പിടിച്ചേ, എനിക്ക് തിരക്കുണ്ട്. 19 എരുമകളെ കൊടുക്കാന്ന് ഏറ്റിട്ടുണ്ട് ഹോൾസെയിലായിട്ട്. വാ. ഭഗവാനെ, പുള്ളി പശു എന്താ വെള്ള പശു ആകുന്നത്? കരിയിളകി വരുന്നല്ലോ അമ്മേ. അമ്മേ, നിറം മാറുന്ന പശു എന്ന് പറഞ്ഞ് പത്രത്തിൽ കൊടുത്താലോ? മിണ്ടാതിരിക്കടാ, എല്ലാം ദൈവത്തിന്റെ ഒരു കളിയെന്ന് വിചാരിച്ചാ മതി. ദൈവത്തിന്റെ അല്ല, എല്ലാം മനുഷ്യന്റെ കളിയാ. നോക്കി നിൽക്കാൻ പോയി പിടിക്കണോ? നിങ്ങളാരാ എന്റെ പശുവിനെ തൊട്ടു പോരുത്. എന്റെ പശു നാട്ടിൽ കാണുന്ന നാൽക്കാലികളെയൊക്കെ മോട്ടിക്കാൻ നടക്കുക അല്ലേടി? ദേ തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ. നിനക്ക് ചെയ്യാമെങ്കിലേ എനിക്ക് പറയാം. പശുവിനെ തൊട്ട് വരുത്, കാശ് കൊടുത്ത പശുവാ. രൂപ 1500 റൊക്ക എണ്ണി കൊടുത്ത് വാങ്ങിയ പശുവാ ഇത്. എന്റെ പശുവിനെ വാങ്ങാൻ നീ ആർക്കാണ് 20 എണ്ണി കൊടുത്തത്? പശു കച്ചവടക്കാരൻ റൊക്കിക്ക്. അയാൾ ഇപ്പൊ രൂപ വാങ്ങി അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. റൊക്കിയോ? അതെ, റൊക്കി. എന്താടോ, എന്താ പ്രശ്നം? സാറേ, ഞാൻ ബാറ്ററി റീചാർജിങ് ആൻഡ് ആർമീച്ചർ വൈൻഡിങ് സുഗുണ ഇലക്ട്രിക്കൽസ് അവിടുന്ന് ഒരുത്ത ഒരു ബാറ്ററി മോഷ്ടിച്ചോണ്ട് ഓടിപ്പോയി. അവനെ തപ്പി ഞാൻ പുറകെ ഓടുമായിരുന്നു. ആൾ ഇതുവഴി എങ്ങാനും വന്നോ? അറിഞ്ഞൂടാ. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാ. സാർ എന്നെ ഒന്ന് സഹായിക്കണം. ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞില്ലേ? ഇന്നിനി സാധ്യമല്ല. പിന്നെ എപ്പ സാധ്യമാകും? താൻ ആളെ തേടി പിടിക്ക്. രാവിലെ ചാർജ് ചെയ്തോളാം. എന്താ ബാറ്ററി ആണോ? ബാറ്ററിയോ? ഞാൻ കേസ് ചാർജ് ചെയ്യുന്ന കാര്യം പറഞ്ഞത്. അത് ശരി. സാർ ഇപ്പൊ പോകുന്ന വീട്ടിലോട്ടല്ലേ? അതെ. ഇന്ന് അവിടെ ഒരു കള്ളം കയറിയാലും സാറ് നാളെ രാവിലെ അല്ലേ ചാർജ് ചെയ്യൂ? അതെ. ഇതാണ്ട പോലീസ്.
அது ராங்க போறதில்லே நான் காஜா பண்ணி வச்சா வண்டி பேஜார் பண்றதில்லே അച്ചായോ ആ ദാ അകത്തോട്ടിട്ടോ ആ. ഇത് എന്നാ ഇടപാടാ? 4 എണ്ണേ ഉള്ളൂ. പിന്നെ ഒരു വണ്ടിക്ക് 40 ടയർ കാണും അച്ചായോ, വേഗം ഇടപാട് തീർക്ക്. ഇതിനൊക്കെ എന്നാ ഇടപാട് തീർക്കാനാ? ഇപ്പൊ ബഡ്ജറ്റിലൊക്കെ ടയറിന് വലിയ വില കൂടുതലാ. എന്നാ ഇതുകൊണ്ട് വീശിക്കോ. എന്നെ വീശാതെ ഞാൻ നോക്കിക്കോളാം, അച്ചായ സൂക്ഷിച്ചോ. ഓ ഓ ഓ ഓ